അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أفضل الصيام بعد شهر رمضان شهر الله المحرم وأفضل الصلاة صلاة الفريضة ബഅദ സ്വലാത്തുൽ ലൈൽ. റവാഹു മുസ്ലിം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അഫ്ളലു സിയാമി, ഏറ്റവും മഹത്വമേറിയ നോമ്പ്, അത് ഷഹ്റുല്ലാഹിൽ, ഷഹ്റു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള സുന്നത്ത് നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ 9ഉം 10ഉമാണ്. പറ്റുന്ന ആളുകൾക്ക് മുഹറം മാസത്തിലെ തിങ്കളും വ്യാഴവും അനുഷ്ഠിക്കാം. സുന്നത്താണ്. മുഹറം മാസത്തിൽ അതിൻ്റെ കൂലി കൂടുതൽ ഉണ്ട്. അതുപോലെ തന്നെ നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സ്വലാത്തുൽ ഫരീള, 5 നേര നമസ്കാരമാണ്. ആ നിർബന്ധമായ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളാണ്. സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് ഖുർആൻ, ഒരൊറ്റ സുന്നത്തിനെ കുറിച്ച് മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഹദീസിലാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അതൊരു പവറാണ്, ബാറ്ററി ചാർജിങ് ആണ് തഹജ്ജുദ്. അത് മാത്രമല്ല, അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. റബ്ബ് ഇഷ്ടപ്പെട്ട ആളുകൾക്കല്ലാതെ അത് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ മഹത്വമേറിയ മറ്റൊരു ഇബാദത്താണ് ദുഹ. കച്ചവടക്കാരൊക്കെ നിർബന്ധമായി ദുഹ നിസ്കരിക്കണമെന്നാണ്. കാരണം പറ്റുമല്ലോ. 8 മണി 8:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. കുളിച്ചിറങ്ങുമ്പോൾ ഒന്നു ചെയ്തിറങ്ങണം. ഡ്രസ് ഇട്ടിട്ട് 2 റക്അത്ത്, 2 മതി. 4 വരെ നിസ്കരിക്കാം. ദുഹ 2 മതി. ഒന്ന് പതിവാക്കിക്ക നമ്മള്. ആ സ്വലാത്തു ദുഹാക്ക് സ്വലാത്ത് റിസ്ഖ് എന്നൊരു പേര് കൂടിയുണ്ട്. ഉപജീവന മാർഗത്തിന്റെ വിശാലത, വല്ലാത്ത ബർക്കത്താണ് സൂറത്തു സ്വലാത്തു ദുഹ. 5 മിനിറ്റ് വേണ്ടല്ലോ. 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതാം. 2ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് ഓതാം. അതല്ല എങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ 1ാമത്തെ റക്അത്തിൽ വദ്ദുഹ ഓതാം. 2ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ഓതാം. ഇനി അതുമല്ലേ, 1ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതാം. 2ാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു ഓതാം. ഒരു സൂറത്തെ ആവർത്തിക്കാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഒരു സൂറത്തെ ആവർത്തിക്കാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? 1ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതി, 2ാമത്തിന് ഖുൽ ഹുവല്ലാഹു ഓതാം. പ്രശ്നമൊന്നുമില്ല. ഓതാൻ പാടില്ലാതില്ല, ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് മുഹറത്തിലാണ്. മുഹറത്തിന് 9ഉം 10ഉം നോമ്പ് കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചതാണ്. അവിടെ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമാണ്.
സ്ത്രീകൾ റമദാനിലെ നോമ്പ് കടമുണ്ടിയെങ്കിൽ സുന്നത്ത് നോമ്പ് പിടിക്കില്ല, പേടിയ, പിടിക്കാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ ഇല്ല ഇസ്ലാമിൽ. റമദാനിലെ നോമ്പ് കടം വന്നാൽ അത് ശവ്വാലിനാ പിടിച്ചു വിട്ടേണ്ടത്, അടുത്ത റജബിലല്ല. റജബ് വരെ സമയമുണ്ട്, റജബ് വരെ സമയമുണ്ട് അവർക്ക്, ഷഅബാനിലേക്ക് സമയമുണ്ട്. പക്ഷെ അത് വീട്ടിൽ അശുദ്ധി കാലഘട്ടങ്ങളിൽ വന്ന നോമ്പുണ്ടല്ലോ, അത് ശവ്വാല പിടിച്ചു വിട്ടേണ്ടത്, അതുവരെ നീട്ടാൻ പാടില്ല. കാരണം മരണം വന്നാലോ കടക്കാരനാകും, രോഗം വന്നാലോ പിടിച്ചു വിടാൻ പറ്റാതെ വരും, പ്രയാസങ്ങൾ വന്നാലോ പിടിച്ചു വിടാൻ പറ്റാതെ വരും. പക്ഷെ ആ നോമ്പ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് പിടിക്കാണ്ടിരിക്കണ്ട. അപ്പൊ നോക്കുക, മുഹറത്തിലാണ് നമ്മളുള്ളത്, അതിന്റെ മഹത്വമുണ്ട്. ഏറ്റവും പ്രാധാന്യം അമലുകൾ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ 2 സുന്നത്ത് നോമ്പിന് പ്രാധാന്യം കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. റഹ്മാനെ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരങ്ങൾ, ഭാര്യ, മാതാപിതാക്കൾ പലരും ആരടി മണ്ണിലാണ്. റഹ്മാനായ അല്ലാഹ്, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ജ്യേഷ്ഠാനുജന്മാർക്കും സഹോദരങ്ങൾക്കും കൂടപ്പുറപ്പുകൾക്കും എല്ലാം പടച്ചവൻ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണം. റഹ്മാനെ, ഞങ്ങളുടെ കൂടെയുള്ള മാതാപിതാക്കളെ, ഉമ്മയെ ഉപ്പയെ ചേർത്തു പിടിക്കാൻ, സ്വാന്തനമേകാൻ, ശുശ്രൂഷിക്കാൻ, പരിപാലിക്കാൻ, സന്തോഷിപ്പിക്കാൻ മക്കളായ മരുമക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, പടച്ചവൻ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മാറാവ്യാധികളും പകർച്ചവ്യാധികളും മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയുണ്ട്. അല്ലാഹുവേ, പരിപൂർണമായ ശിഫ നൽകണേ. റഹ്മാനെ, പടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം നീ എപ്പോഴാണോ വിളിക്കുന്നത് അവിടം വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ. റഹ്മാനെ, അല്ലാഹുവേ, രോഗങ്ങൾ തന്ന് നീ കിടത്തിക്കളയല്ല. റഹ്മാനെ, അവയവങ്ങൾ മാറ്റിവെക്കുന്ന രോഗം തരല്ല. റഹ്മാനെ, അവയവങ്ങൾ മുറിച്ചു കളയുന്ന അപകടങ്ങളും പ്രയാസങ്ങളും തരല്ല. റഹ്മാനെ, ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും നൽകണേ. അല്ലാഹ്, കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും മക്കളിലും മരുമക്കളിലും കുടുംബത്തിലും കുളിർമ പ്രദാനം ചെയ്യണേ. റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ സ്വതക്കകൾ നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറും നൽകണേ. റഹ്മാനെ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബിഗ്ഫിർ വലിവാലിദയ്യ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.